जय राधा माधव जय कुंज विहारी, जय राधा माधव जय कुंज विहारी, जय गोपीजन वल्लभ जय गिरिवरधारी, जय यशोदानंदन व्रजन रंजन, यमुना तीरावनचारी, यमुना तीरावनचारी, जय राधा माधव जय कुंज विहारी, जय राधा माधव जय कुंज विहारी, जय गोपीजन वल्लभ जय गिरिवरधारी, जय यशोदानंदन व्रजन रंजन, यमुना तीरावनचारी, यमुना तीरावनचारी. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഭക്തജനങ്ങൾക്കെല്ലാം വിനീതമായ പ്രണാമം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ജയ രാധ മാധവ ജയ രാധ മാധവ, ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം, ജയ കൃഷ്ണ ബലറാം, जय जय गौरनीताय, जय जय गौरनीताय, जय जय प्रभुपाद, जय जय गुरुदेव. नमो ओम विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते महाविष्णु गोस्वामी नामिने, नमो ओम विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते नामिने, नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे. मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारणं परमानन्दमाधवं श्रीचैतन्यमीश्वरं. हरे कृष्ण. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം 3-ാം ശ്ലോകമാണ് ഇന്ന് എടുക്കുന്നത്. ഞാൻ വായിക്കാം. ക്ലൈപ്യം മാസ്മാഗമാപാർത്ഥാം നൈതത്വയി ഉപപദ്യത്തെ, ക്ഷുദ്രം ഹൃദയദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. ക്ലൈപ്യം മാസ്മാഗമാപാർത്ഥ നൈതത്വയി ഉപപദ്യത്തെ, ക്ഷുദ്രം ഹൃദയദൗർബല്യം ത്യക്തോ ഉത്തിഷ്ഠ പരന്തപ. ക്ലൈപ്യം മാസ്മഗമാപാർത്ഥ നൈതത്വയി ഉപപദ്യത്തെ, ക്ഷുദ്രം ഹൃദയദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. അതിന്റെ വാക്കുകളുടെ അർത്ഥം നോക്കാം. പാർത്ഥ, ഹേ പാർത്ഥ. ക്ലൈബ്യം, ക്ലൈബ്യത്തെ, നപുംസക ഭാവത്തെ. മാസ്മഗമ, നീ പ്രാപിക്കരുത്. ഏതത്, ഇത്. ക്ലൈബ്യം. ത്വയി, നിന്നിൽ. ന ഉപപദ്യതേ, യോഗ്യനാവുകയില്ല. പരന്തപ, ഹേ പരന്തപ, ശത്രുക്കളെ സംഹരിക്കുന്നവന്. ക്ഷുദ്രം, ക്ഷുദ്രമായ, നിസാരമായ. ഹൃദയ ദൗർബല്യം, ഹൃദയ ദൗർബല്യത്തെ തെക്വ, ത്യജിച്ചിട്ട്. ഉത്തിഷ്ഠ, ഉദ്ധാനം ചെയ്യുക, എഴുന്നേൽക്കുക. ശ്രീല പ്രഭുപാദജി കി ജയ്. വിവർത്തനവും ഭാവാർത്ഥവും. ഹേ പാർത്ഥ, തരം താണ ഈ ആണത്വമില്ലായ്മയ്ക്ക് അധീനനാകരുത്. നിനക്ക് യോജിക്കുന്നതല്ല ഇത്. ശത്രുക്കളെ ജയിക്കുന്നവനെ ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ച് എഴുന്നേൽക്കൂ. ഭാവാർത്ഥം. അർജുനനെ ഇവിടെ പാർത്ഥൻ, അതായത് പൃഥയുടെ പുത്രൻ എന്നാണ് വിളിക്കുന്നത്. കൃഷ്ണന്റെ പിതാവായ വസുദേവരുടെ സഹോദരിയാണ് പൃഥ അഥവാ കുന്തി. അങ്ങനെ കൃഷ്ണനുമായ അർജുനന് രക്തബന്ധമുണ്ട്. ഒരു ക്ഷത്രിയന്റെ പുത്രൻ പൊരുതാൻ വിസമ്മതിക്കുന്ന പക്ഷം അയാൾ പേരിന് മാത്രമേ ക്ഷത്രിയനാകൂ. ഒരു ബ്രാഹ്മണപുത്രൻ
നീചകർമ്മങ്ങൾ ചെയ്താൽ അയാളും പേരിന് മാത്രമേ ബ്രാഹ്മണനാകുന്നുള്ളൂ. അത്തരം ക്ഷത്രിയരും ബ്രാഹ്മണരും സ്വപിതാവിന്റെ വില കുറഞ്ഞ സന്തതികളാണ്. അർജുനനെ അങ്ങനെ പൈതൃക ശ്രേഷ്ഠത നഷ്ടപ്പെട്ടവനായി കാണാൻ കൃഷ്ണൻ ഇഷ്ടപ്പെട്ടില്ല. തന്റെ ആത്മസുഹൃത്താണ് അർജുനൻ. തേരാളിയായിക്കൊണ്ട് കൃഷ്ണൻ അദ്ദേഹത്തെ നേരിട്ട് നയിക്കുകയും ചെയ്യുന്നു. ഈ മേന്മകളെല്ലാം ഉണ്ടായിട്ടും അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അത് ദുഷ്കീർത്തികരമായ ഒരു പ്രവൃത്തിയായി പോകും. അതുകൊണ്ടാണ് ഈ മനോഭാവം അർജുനന്റെ വ്യക്തിപ്രഭാവത്തിന് യോജിച്ചല്ലെന്ന് കൃഷ്ണൻ പറഞ്ഞത്. ബഹുമാന്യനായ ഭീഷ്മരോടും മറ്റു ബന്ധുക്കളോടുമുള്ള മഹത്വപൂർണമായ സമീപന രീതി മുൻനിർത്തിയാണ് ഇങ്ങനെ പിന്മാറുന്നതെന്ന് അർജുനൻ വാദിച്ചേക്കാം. പക്ഷേ കൃഷ്ണൻ ഇത്തരം മഹാമനസ്കതയെ വെറും ഹൃദയ ദൗർബല്യമായാണ് കരുതിയത്. ഇത്തരം കപട മഹാമനസ്കത പ്രാമാണികന്മാരാൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അഹിംസ തത്വം, ഈ കപടം മഹാമനസ്കത കൃഷ്ണന്റെ നേരിട്ടുള്ള ഉപദേശപ്രകാരം അർജുനെ പോലുള്ള ഒരു വ്യക്തി പാടെ ഉപേക്ഷിക്കേണ്ടതാണ്. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാൻ ച ശ്രീരൂപം സഗ്രജാതം സഹഗണ രഘുനാഥാന്യതം തം സജീവം സദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്യതാൻ ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗൽപദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ജന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. പഞ്ചാകൽപതരുഭ്യശാകൃവാ സിന്ധുഭ്യോ പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമുക്കിനിയും ശ്ലോകത്തിലേക്ക് കിടക്കാം. ഇത് ശ്ലോകം ഒക്കെ നമ്മൾ രണ്ട് ശ്ലോകം ഇതിൽ കഴിഞ്ഞിരിക്കുന്ന അധ്യായത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ രണ്ട് ശ്ലോകങ്ങളും കഴിഞ്ഞതാണ്. മൂന്നാമത്തെ ശ്ലോകത്തിൽ കയറുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു മഹാത്മ്യം, ഈ ഭഗവത്ഗീതയുടെ മഹാത്മ്യം എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് കൊണ്ടും ശ്രീകൃഷ്ണ ഭഗവാൻ വളരെ പ്രസന്നനാകുന്നു എന്നാണ് പറയുന്നത്. രാധാദേവിയും സംപ്രീതിയാകുന്നു. അങ്ങനെ ഇത് പഠിക്കുന്ന സ്ഥലത്ത് അവർ പ്രത്യക്ഷമാകപ്പെടുകയെന്നും പറയുന്നുണ്ട്. അതുപോലെ ഭഗവത്ഗീത പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്താൽ അവർക്ക് ഗോലോക വൃന്ദാവനത്തിലേക്ക് എത്തിപ്പെടാൻ യാതൊരു വൈഷമ്യവും ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അതാണ് ഇതിന്റെ മഹാത്മ്യം പറയുന്നു. അതുപോലെ തന്നെ ഈ ശ്ലോകത്തിന്റെ ഈ അധ്യായത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഇതുകൊണ്ട് മഹാത്മ്യത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, കഥയുണ്ട്. പക്ഷെ സമയമുണ്ടെങ്കിൽ നമുക്ക് പറയാം. അടുത്ത ഇതിനെപ്പറ്റി വിശദീകരിച്ച് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ശ്ലോകം. അങ്ങനെ അർജുനൻ യുദ്ധം ചെയ്യാൻ വേണ്ടി എത്തിയതിനു ശേഷം അദ്ദേഹത്തിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായ കാരണത്താൽ മാനസികമായി അദ്ദേഹം വളരെ പ്രയാസപ്പെടുന്നു. ആ പ്രയാസപ്പെട്ട സമയത്തുണ്ട് വില്ലും ശരവും ഒക്കെ അവിടെ താഴെ വെച്ചിട്ട് കൃഷ്ണനോട്, കൃഷ്ണ, എനിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ, എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നു. അപ്പൊ അങ്ങനെ ആ ചോദ്യം കേട്ടിട്ട് ഭഗവാൻ കൃഷ്ണൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ മാതിരി അർജുനോട് ചോദിക്കുകയാണ്, കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാരയുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന. ഇതുപോലുള്ള ഒരു പ്രവൃത്തി നിനക്ക് എന്തുകൊണ്ട് വന്നു? നിന്റെ മനസ്സിൽ എങ്ങനെ തോന്നി? എല്ലാ ക്ഷത്രിയരും യുദ്ധം ചെയ്യാൻ തയ്യാറായാൽ അവർക്ക് സ്വർഗം കിട്ടിയ മാതിരിയാണ് അവര് ആഗ്രഹിക്കുന്നത്, സ്വർഗത്തിൽ പോകാന്നുള്ള ചിന്തയാണ്. അപ്പൊ അങ്ങനെ ഉള്ള അവസരത്തിൽ ഈ ക്ഷത്രിയനായ അർജുന, നിനക്ക് എന്താണ് ഈ സ്വഭാവം, ഇങ്ങനൊരു മനസ്താപം ഉണ്ടായത് എന്ത് കാരണത്താലാണെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ കഴിഞ്ഞ ശ്ലോകത്തെ പറ്റി അതാണ് പറഞ്ഞത്. ഈ ശ്ലോകത്തിൽ പറയുന്നത് ക്ലൈബ്യം മാസ്മ ഗമ വാർത്ത നൈതത്വയോപദ്ധ്യതേ.
ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്ത ഉത്തിഷ്ഠ പരന്തവ ക്ലൈബ്യം മാസ്മ ഗമ പാർത്ഥ. ഹേ പാർത്ഥ, ആണത്വമില്ലാത്ത പ്രവൃത്തി നീ സ്വീകരിക്കരുത്. അതായത് ക്ലൈബ്യം എന്ന് പറഞ്ഞാൽ നപുംസക ഭാവം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ അങ്ങനെ നപുംസക ഭാവത്തിൽ നീ മാറരുത്. എന്താന്ന് വെച്ചാൽ ഇത്ര ആൾക്കാരുടെ യുദ്ധം ചെയ്യാൻ റെഡിയായിട്ട് വന്നതിന് ശേഷം ഇങ്ങനെ ഒരു പിന്മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ ശരിക്കും ആണത്വമില്ലാത്ത ഒരു പരിപാടിയാണെന്ന കൃഷ്ണൻ പറയുന്നത്. അതിനുശേഷം പറയുന്നു നൈതത്വ ഉപപദ്ധ്യത, അതായത് ഏതത് ത്വയി ഉപപദ്ധ്യത, ഏതത് ത്വയി ന ഉപപദ്ധ്യത എന്ന് പറഞ്ഞാൽ നീ ഇത് ആ ഒരു ക്ലൈബ്യാവസ്ഥയിലോട്ട് നീ പ്രാപിക്കാൻ പാടില്ല, അത് ശരിയല്ല എന്നാണ് പറയുന്നത്. അത് യോഗ്യമാകത്തില്ല, നിന്നെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായ കാര്യമല്ല, അതുകൊണ്ട് അത് ഉപേക്ഷിക്കുക. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം, ക്ഷുദ്രം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഹൃദയ ദൗർബല്യം കൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് അത് മാറ്റിയിട്ട് തെക്ത് ഉത്തിഷ്ഠ പരന്തവ, അത് മാറ്റി വെച്ചിട്ട് നീ എഴുന്നേക്കൂ, യുദ്ധം ചെയ്യൂ എന്നാ കൃഷ്ണൻ പറയുന്നത്. ദൗർബല്യം, ക്ഷുദ്രം ദൗർബല്യം, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. ക്ഷുദ്രം എന്ന് പറഞ്ഞാൽ വളരെ ചെറുത്, ഒരു ലേശം. അതായത് അദ്ദേഹത്തിന് അന്നേരം ഹൃദയ ദൗർബല്യം ഉണ്ടാകാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിന്റെ കാര്യം ഓർത്തിട്ടൊന്നുമല്ല. അദ്ദേഹം വളരെ ശ്രേഷ്ഠമായ ഒരു വില്ലാളി വീരനാണ്. പല പല യുദ്ധങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, സ്വന്തമായിട്ടും അങ്ങനെ പല പല യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അത് ദൗർബല്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ യുദ്ധം നയിക്കുന്നതിനുള്ള പ്രയാസം കൊണ്ടോ അല്ലെങ്കിൽ ശത്രുക്കളെ കണ്ടിട്ടുണ്ടായ തൻ്റെ കുറവുകൊണ്ടൊന്നും അല്ല അദ്ദേഹത്തിന് ഉണ്ടായത്. ഒരു ചെറിയ മാനസികമായിട്ടൊരു അസംതൃപ്തി ഉണ്ടായി ഈ കാണുന്ന വ്യക്തികളെ, അതായത് എനിക്ക് ബന്ധപ്പെട്ട അർജുനന് ബന്ധപ്പെട്ടിട്ടുള്ള ഗുരുക്കന്മാരെ, അമ്മാവന്മാരെ, മാതുലന്മാരെ, അതുപോലെ തന്നെ അളിയന്മാര്, സഹോദരങ്ങള്, അങ്ങനെയുള്ള ഈ രണ്ടു കൂട്ടരും സ്വന്തക്കാരായ കാരണത്താൽ എല്ലാവരും അവിടെ ശത്രുവും മിത്രവും എല്ലാം തന്നെ ഒരു രണ്ട് വിഭാഗത്തിലും ആൾക്കാരുടെ ബന്ധുക്കളാണ് കാണുന്നത്. അതുകൊണ്ടുണ്ടായ അദ്ദേഹത്തിന് അല്പസമയത്ത് ഉണ്ടായ ഭഗവാന്റെ ഒരു മായ തന്നെയാണത്. ഭഗവാൻ ചില സമയത്തൊക്കെ ഭഗവാൻ കാരണം അദ്ദേഹം ശാരീരികമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അർജുനൻ അദ്ദേഹത്തിന്റെ ശാരീരികമായ ബന്ധം, ഭൗതികമായ ബന്ധങ്ങളെ പറ്റി അല്പനേരം ചിന്തിച്ച കാരണത്താൽ അദ്ദേഹത്തിന് ചെറിയ ഒരു ദൗർബല്യം മനസ്സിനുണ്ടായി. ഇവരെയൊക്കെ കൊല്ലണമല്ലോ, ഇവരെയൊക്കെ കൊന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാനാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവരെ കൊല്ലുന്നത്? അങ്ങനെ എൻ്റെ തന്നെ ബന്ധുക്കളായ ഈ മനുഷ്യരെ എല്ലാം എനിക്ക് കൊല്ലേണ്ടി വരുന്നത് ശരിയല്ലല്ലോ, അതിൻ്റെ പാപങ്ങൾ ഞാൻ സ്വീകരിക്കേണ്ടതായി വരത്തില്ലേ എന്നുള്ള ഒരു അദ്ദേഹത്തിനുണ്ടായ ഒരു ദൗർബല്യം. അത് മനസ്സിന്റെ ദൗർബല്യം കൊണ്ടാണ് ഉണ്ടായത് എന്ന് കൃഷ്ണനും അറിയാം. ഇദ്ദേഹത്തിന്റെ ദൗർബല്യം എന്തുകൊണ്ടുണ്ടായതാണെന്നും ആ ഒരു ചെറിയ ദൗർബല്യം പെട്ടെന്ന് മാറാനുള്ള കാര്യമുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഉത്തിഷ്ഠ പരന്തവ, ഇതെല്ലാം മാറ്റിവെച്ചിട്ട് നീ എഴുന്നേൽക്കുക, യുദ്ധം ചെയ്യാനാണ് പറയുന്നത് അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്നു. ഇപ്പം അർജുനന്റെ കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ അർജുനൻ ഈ ശ്ലോകത്തില് 3 പ്രധാന വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ക്ലൈബ്യം, അതുപോലെ തന്നെ ദൗർബല്യം, അതുപോലെ പാർത്ഥ. ഇത് 3നും പ്രധാനപ്പെട്ടതായിട്ട് കാര്യം കൊടുക്കുന്നുണ്ട് ഇവിടെ. പാർത്ഥ എന്ന് പറയുന്നതിന്റെ അർത്ഥം കൃതയുടെ മകൻ. കൃത എന്ന് പറയുന്നത് കുന്തി, അർജുനന്റെ മാതാവിന്റെ പേരാണ് കുന്തി. ആ കുന്തിയുടെ പേര് ശരിക്കും പൃഥ എന്നാണ്. ആ പൃഥയുടെ പേര് ചേർത്തിട്ടുള്ള പാർത്ഥ എന്ന് വിളിക്കുന്നു. പൃഥയുടെ മകനായതുകൊണ്ട് പാർത്ഥ എന്ന് വിളിക്കുന്നു. അത് എന്തിനാന്ന് വെച്ചാൽ ആ പാർത്ഥ അർജുനനുണ്ടായ ആ ഒരു
ചെറിയ ദൗർബല്യം അത് മാനസികമായിട്ടുണ്ടായിട്ടാണ് ആ മനസ്ഥിതി മാറ്റുന്നതിന് വേണ്ടി പാർത്ഥാന്ന് വിളിക്കുമ്പോൾ ആ ക്ഷത്രിയന്റെ കുലം, ആ കുലത്തെ പറ്റി ഓർമ്മ വരും. ആ സ്ത്രീ കുന്തി പൃഥ, പൃഥയുടെ സഹോദരനാണ് വസുദേവർ കൃഷ്ണന്റെ അച്ഛനാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ ആ കുലത്തിന്റെ പറ്റി ഒരു ചിന്ത ഓർമ്മ വരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ വിളിക്കുമ്പോൾ അവരുടെ സ്വയം അവന് സ്വധർമ്മം അവരുടെ ആ വർഗത്തിന്റെ അവരുടെ സ്വധർമ്മം ക്ഷത്രിയരുടെ വർഗം, ക്ഷത്രിയരുടെ സ്വധർമ്മം എന്ന് പറയുന്നത് ശത്രുക്കളുമായി യുദ്ധം ചെയ്യുക, അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുക. അതുകൊണ്ട് അങ്ങനെ ആ ഒരു നമ്മുടെ കുലത്തിനെ പറ്റി ബോധം ഉണ്ടാകുമ്പോൾ നമുക്ക് പൊതുവെ ഒരു ഉന്മേഷം ഉണ്ടാകും. അപ്പം നമ്മുടെ മനസ്സിലെ ദൗർബല്യങ്ങളൊക്കെ മാറും. ഏത് കുലത്തെ പറ്റിയാലും ശരി. നമുക്ക് അറിയാം, ചിലർ അധ്യാപകന്മാരുടെ മക്കൾ കാണും, പഠിക്കാൻ മോശമാണെങ്കിൽ അവരുടെ അധ്യാപകന്റെ മകനായിട്ട് നീ പഠിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നു. അപ്പൊ ആ കുലത്തിനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഒരു പ്രയാസം ഉണ്ടാകും. അപ്പൊ ആ പ്രയാസം ഉൾക്കൊണ്ടുകൊണ്ട് ഇദ്ദേഹത്തിനെ ഉത്തേജിതപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അർജുനനെ. അതുപോലെ അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മുടെ കുലത്തിന് മഹിമ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. അത് നമ്മൾ അതിൽ നിന്ന് വിസ്മരിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ കുലത്തെ പറ്റി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പാർത്ഥ എന്ന് വിളിച്ചത്. അപ്പൊ അവരുടെ വർഗം ക്ഷത്രിയ വർഗമാണെന്നും ക്ഷത്രിയരുടെ പ്രവൃത്തി എന്താണെങ്കിലും അതും തന്നെയല്ല, അർജുനനും ശ്രീകൃഷ്ണനും തമ്മിൽ ബന്ധുവാണ്, രക്തബന്ധമുണ്ട്. അപ്പൊ അതൊക്കെ അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഭാരത സാരഥിയായിട്ട് വന്നത്, അത് അർജുനന്റെ സാരഥിയായിട്ട് വന്നു. അപ്പൊ അങ്ങനെ പല പല കാര്യങ്ങളിൽ ഓർമ്മപ്പെടുത്താൻ വേണ്ടി. അത് തന്നെയല്ല, പൃഥ അമ്മയുടെ കാര്യം ഓർമ്മപ്പെടുത്തണം. പൃഥ ഒരു പ്രാവശ്യം ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുണ്ടായ ഒരു കാര്യമാണ്. അവിടെ ഇവരുടെ യുദ്ധം നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ ഒരു ദൗത്യത്തിന് പോകുന്നുണ്ട്. എങ്ങനെയെങ്കിലും യുദ്ധം ഇല്ലാതിരിക്കണമെന്ന്, ഉണ്ടാകാൻ പാടില്ലെന്ന് നമ്മുടെ ധർമ്മപുത്രർ ഒരു താല്പര്യം പ്രകടിപ്പിച്ചു. പക്ഷെ ഭീമനും മറ്റുള്ളവരൊന്നും അതിന് ദ്രൗപദിയൊന്നും അതിന് താല്പര്യമില്ലായിരുന്നു. എങ്കിലും ധർമ്മപുത്രർ പറഞ്ഞ കാരണം കൊണ്ട് ശ്രീകൃഷ്ണൻ ആ ദൗത്യം ഏറ്റെടുത്ത് കൗരവ സഭയിൽ അല്ലെങ്കിൽ കൗരവരുടെ കൊട്ടാരത്തിൽ ചെത്തുകയും, പക്ഷെ അവിടെ വെച്ച് കൃഷ്ണനെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ അവസരത്തിൽ കുന്തി അവിടെ ഉണ്ടായിരുന്നു. അതായത് കൗരവരുടെ കൂടായിരുന്നു താമസിച്ചുകൊണ്ടിരുന്ന കുന്തി മഹാറാണി. ആ സമയത്ത് കുന്തി മഹാറാണി ഈ ഭീമനും അർജുനനും അവിടെയും പറയാൻ വേണ്ടിയിട്ട് കൃഷ്ണന്റെ വക്കൽ ഒരു സന്ദേശം അയച്ചു. എന്താന്ന് വെച്ചാൽ, ഒരു കാരണവശാലും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ഇതുവരെ അനുഭവിച്ച, നിങ്ങളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇതുവരെ അനുഭവിച്ച ആ കാര്യങ്ങളും, അതുപോലെ തന്നെ അച്ഛൻ നമുക്ക് സ്വന്തപ്പെട്ടതായിരുന്ന രാജ്യം അവരെ കൃത്രിമമായി പിടിച്ചടക്കുകയും ചെയ്തു. അതുകൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങൾ ഈ യുദ്ധത്തിന്റെ കാര്യത്തെ മറന്നു പോകരുത്. അതുകൊണ്ട് ഏത് സമയത്തും യുദ്ധം ചെയ്യാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിരിക്കണം എന്ന് കൃഷ്ണനോട് പറഞ്ഞ് കുന്തിയുടെ അടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പാർത്ഥ എന്നുള്ള ആ സംബോധന ചെയ്യുന്നത്. കുന്തിയുടെ പേരാണല്ലോ പൃഥ. ആ പൃഥയുടെ പുത്രനായതുകൊണ്ട് പാർത്ഥ എന്നുകൂടി വിളിക്കുന്നു. അർജുനനെ പറ്റി പറയുകയാണെങ്കിൽ, അർജുനൻ ഒരു വിധത്തിലും യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു വ്യക്തിയല്ല, പരാക്രമിയാണ്. അതും ശ്രീകൃഷ്ണൻ അറിയാം. അർജുനന്റെ ജന്മസമയത്ത് അശരീരി ഉണ്ടായി എന്നാണ് പറയുന്നത്. ആ അശരീരി ഇങ്ങനെയായിരുന്നു: ഈ പുത്രൻ വളരെ നല്ല യോദ്ധാവായി തീരുമെന്നും ഭീമനും അർജുനനും ചേർന്ന് കൗരവരോട് യുദ്ധം ചെയ്യുകയും കൗരവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ട ആ രാജ്യം വീണ്ടെടുക്കുമെന്നും, അങ്ങനെ ആ രാജ്യത്തിന്റെ ഉടയവരായി അവർ മാറും. അതുകൊണ്ട് അങ്ങനെയാണ് സംഭവിക്കേണ്ടത് എന്നും ഈ അർജുനനെ പറ്റി ജന്മസമയത്ത് തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അർജുനൻ പല സമയത്തും പല ആൾക്കാരുമായിട്ട് യുദ്ധം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ഈ സാമർഥ്യം അല്ലെങ്കിൽ യുദ്ധത്തിലുള്ള നൈപുണ്യം തെളിയിച്ചിട്ടുണ്ട്.
ആ വിരാട രാജ്യത്ത് താമസിക്കുന്ന സമയത്ത്, അതായത് ഇവര് അജ്ഞാതവാസത്തിന് കാട്ടിൽ നടക്കുന്ന സമയത്ത്, അതായത് വനത്തിലേക്ക് യാത്രയായി 10-13 കൊല്ലം ഒരു അജ്ഞാതവാസം അവിടെ നടത്തിയല്ലോ. അജ്ഞാതവാസം നടത്തുന്ന സമയത്ത് അവര് വിരാട രാജ്യത്തും പോയിരുന്നു. അവിടെയാണ് കുറെ കാലം ജീവിച്ചത്. അങ്ങനെ അർജുനൻ അവിടെ ഈ നപുംസക രൂപത്തിൽ ഉള്ള ഒരു ആകൃതി സ്വീകരിച്ചുകൊണ്ട് അവിടെ നൃത്തം പഠിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു സ്ഥലമുണ്ട്. അപ്പൊ അങ്ങനെ ആ വിരാടന്റെ പശുക്കളെ മോട്ടിച്ചുകൊണ്ട് ദുര്യോധനന്മാർ ഓടിപ്പോവുകയും അവരെ ചെന്ന് പിന്തുടർന്ന് പിടിക്കുകയും അവരെ യുദ്ധത്തിൽ കൊലപ്പെടുത്തുകയൊക്കെ ചെയ്യും, അർജുനൻ മാത്രം. അപ്പൊ അത്രയ്ക്ക് ഉള്ള ഒരു യോദ്ധാവായിരുന്നു അർജുനൻ. അതുപോലെ തന്നെ ദേവലോകത്ത് പോയിട്ടുണ്ട് അർജുനൻ യുദ്ധം ചെയ്യാൻ, ദേവേന്ദ്രനെ സഹായിക്കാൻ. അങ്ങനെ വേണ്ട എല്ലാ ഭാഗങ്ങളിലും, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കിഴക്കൻ ഭാഗത്തും അങ്ങനെയൊക്കെ യുദ്ധം ചെയ്തിട്ടുള്ള ഒരു വീരയോദ്ധാവാണ് അർജുനൻ. അപ്പൊ ആ അർജുനൻ അങ്ങനെ യുദ്ധത്തെ കണ്ടിട്ട് പേടിയൊന്നുള്ള വ്യക്തിയല്ല. അദ്ദേഹത്തിനുണ്ടായ ഈ താൽക്കാലികമായിട്ടുള്ള ഒരു ഹൃദയ ദൗർബല്യം, അതായത് ഒരു മഹാമനസ്കത, ഒരു മറ്റുള്ളവരോട് ദയ, പ്രത്യേകിച്ചും ഭക്തനാണല്ലോ അർജുനൻ. ശ്രീകൃഷ്ണ ഭക്തൻ തന്നെയാണ്, അദ്ദേഹത്തിന്റെ സഹചാരിയും കൂടാണ്. അപ്പൊ അങ്ങനെ ഭക്തന്മാർക്ക് ഇതുമാതിരി മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് കാണുമ്പോൾ പ്രയാസം ഉണ്ടാകും. അത് ദ്രോഹിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു വിചാരം അവരുടെ മനസ്സിലുണ്ടാകും. പക്ഷെ അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട സ്ഥലത്ത് അത് പ്രയോഗിച്ചെങ്കിൽ യുദ്ധം ചെയ്യേണ്ട സമയത്ത് യുദ്ധം ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ അവിടെ മഹാമനസ്കത എടുത്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ശത്രുക്കളിൽ നിന്ന് നമ്മൾ ഉപദ്രവിച്ച് നമ്മുടെ എല്ലാം അവർ കൈവശപ്പെടുത്തും. അപ്പൊ അതിന് ആവശ്യമില്ലാത്ത സമയത്ത് ഈ സഹതാപം തോന്നേണ്ട കാര്യമില്ല എന്ന് കൃഷ്ണൻ പഠിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെ അർജുനന് ഇങ്ങനെ ഒരു ഹൃദയ ദൗർബല്യം കൊണ്ട് ഈ യുദ്ധത്തിന്റെ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞിരുന്നപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാൻ അടുത്ത് തന്നെ ഉണ്ട്. പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാൻ അന്നേരം അദ്ദേഹം ഒരു ഗുരുവിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ആ അർജുനനെ ഉപേക്ഷിക്കുകയല്ല ചെയ്ത്, അദ്ദേഹത്തിന് വേണ്ടുന്ന ധൈര്യം പകർന്നു കൊടുത്തതാണ്. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അർജുനന്റെ വ്യാകുലത അകറ്റാൻ വേണ്ടിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രമിച്ചത്. തൻ്റെ പ്രിയ സുഹൃത്തും വിശ്വാസത്തിനും ഒക്കെ ആയിക്കൊണ്ടാണ് ഇവിടെ നിന്നിട്ട്. സാധാരണ ഒരു രീതിയിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ യുദ്ധത്തിൽ പോകാൻ കൈ പൊക്കി കഴിഞ്ഞാൽ, അതായത് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മുടെ ഇന്നത്തെ രീതിയിലാണെങ്കിൽ അതിന് കൂടെ നിൽക്കുന്നവർ തന്നെ വെടിവെച്ച് അവരെ കൊല്ലുന്നതായിരിക്കും. പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല. ഏതോ തകരാറ് കൊണ്ട്, ഏതോ മനസ്സിന്റെ ദൗർബല്യം കൊണ്ടോ എന്തോ ഉണ്ടായതുകൊണ്ടോ ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തെ അതിൽ നിന്ന് മോചിതനാകാൻ വേണ്ടിയുള്ള ഉപദേശങ്ങൾ കൊടുത്ത് അദ്ദേഹത്തിന് നേരെ വഴിയാക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ അർജുനൻ അത്രയ്ക്ക് ധീര യോദ്ധാവായിരുന്നു. ഈ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിനക്ക് നിന്റെ കീർത്തി നഷ്ടപ്പെടും. നീ ഇത് ഇങ്ങനെ യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടാൻ പാടില്ല, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ പാടില്ല സ്വന്തക്കാരെന്ന് വിചാരിച്ചിട്ട് നീ യുദ്ധം ചെയ്യാൻ മടിക്കുന്ന കാര്യമില്ല. കാരണം നാട്ടുകാർ നിന്നെപ്പറ്റി ഇത് നിന്റെ മഹാമനസ്കത കൊണ്ട് മാറിയതാണെന്നും പറയത്തില്ല. അതേസമയത്ത് നീ യുദ്ധം ചെയ്യാൻ പേടിച്ച് മറന്നു ഓടിപ്പോയതാന്ന് പറയും. അതുകൊണ്ട് നിനക്കുണ്ടായിട്ടുള്ള ഇന്നത്തെ കീർത്തി ഒക്കെ തന്നെ ഇല്ലാതാകും. അതിന് വേണ്ടുന്ന പ്രോത്സാഹനമാണ് ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തത്. അപ്പൊ അങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹത്തിന് പറയാണ് ശ്രീകൃഷ്ണൻ അർജുനനോട്, നീ എൻ്റെ മനസ്സിലുണ്ടായ വ്യാകുലതയൊക്കെ മാറ്റി താൽക്കാലികമുണ്ടായ വ്യാകുലതയാണ്. അത് കൃഷ്ണൻ അറിയാം. അർജുനന്റെ ആ വ്യാകുലത മാറുന്നതിനാണ്. ചെറിയ നിസാര വ്യാകുലതയാണ് ഉണ്ടായത്. വെറും വിവരമില്ലാത്തവർ, അതായത് ഒന്നും അറിയാൻ വയ്യാത്തവർ, അല്ലെങ്കിൽ ഈ യുദ്ധത്തെ പറ്റിയോ മറ്റു കാര്യങ്ങളെ പറ്റിയോ ഒന്നും അറിയാത്തവരാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു മനോഭാവം ഉണ്ടെന്ന് പിന്നെ അവരെ ആരെ ഉപദേശിച്ചിട്ടും കാര്യമില്ല, അവരെ നേർവഴിയാക്കാൻ പറ്റില്ല. അതേസമയത്ത് അർജുനൻ അങ്ങനെയല്ലായിരുന്നു. അർജുനന് താൽക്കാലികമായി ഉണ്ടായ ഒരു വീട്ടുകാരോടുള്ള ബന്ധുക്കളോടുള്ള ഒരു സ്നേഹം കൊണ്ട് അപ്പോൾ താൽക്കാലികമായിട്ടുണ്ടായ ശ്രീകൃഷ്ണൻ അറിയാമായിരുന്നു ഇങ്ങനെ ഈ കൃഷ്ണൻ അല്ലെ അർജുനൻ
ഒരിക്കലും അങ്ങനെ മാറത്തില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ചെറിയ സഹതാപം ഉണ്ടായിരിക്കും അങ്ങനെ ഉണ്ടായത്. അതുകൊണ്ട് വീണ്ടും അദ്ദേഹത്തെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ഉപദേശങ്ങളും ശ്രീകൃഷ്ണൻ കൊടുക്കുന്നുണ്ട്. ഈ ശ്ലോകത്തിൽ ഇത്രയൊക്കെ വിവരിക്കാനുള്ളത്. പിന്നെ പിന്നെ നമ്മുടെ ഭാവാർത്ഥത്തിലും ഇതിനെപ്പറ്റി വിവരിക്കുന്നുണ്ട്. ഭഗവാൻ കൃഷ്ണൻ എന്തുകൊണ്ട് പാർത്ഥ എന്ന് വിളിച്ചതും അതിനെപ്പറ്റിയൊക്കെ വിവരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഭാവാർത്ഥം അർജുനയുടെ പാർത്ഥൻ, അതായത് പൃഥയുടെ പുത്രൻ എന്നാണ് വിളിക്കുന്നത്. കൃഷ്ണന്റെ പിതാവായ വാസുദേവരുടെ സഹോദരിയാണ് പൃഥ അഥവാ കുന്തി. അങ്ങനെ കൃഷ്ണനുമായി അർജുനന് രക്തബന്ധമുണ്ട്. ഒരു ക്ഷത്രിയന്റെ പുത്രൻ പുരുതാൻ. ഇവിടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ പ്രഭുപാദർജി. പേരിനെ മാത്രം, അതായത് ക്ഷത്രിയ കുലത്തിൽ ഓരോ കുലത്തിലും ജനിച്ചു കഴിഞ്ഞാൽ ആ കുലത്തിന്റെ ധർമ്മം ചെയ്യാത്തവൻ വെറും പേരിന് വേണ്ടി ഒരു ക്ഷത്രിയനാണെന്ന് പറയാം. അതുപോലെ ബ്രാഹ്മണന്മാരായാലും ബ്രാഹ്മണത്വം അവർക്കറിയില്ലെങ്കിൽ ആ ബ്രാഹ്മണ ബന്ധു എന്നേ പറയുന്നുള്ളൂ. ചില വീട്ടുകളിലൊക്കെ ബ്രാഹ്മണർക്ക് കുട്ടികളുണ്ടാകും, പക്ഷെ അവര് ഭേദകാര്യങ്ങളൊന്നും പഠിക്കാതെ ഒക്കെ ഇരിക്കുന്നവർ കാണും. അതിനൊന്നും അവർക്ക് താല്പര്യമില്ലാതെ ഇന്നത്തെ കാലത്ത് മറ്റു പല കാര്യങ്ങളിലായിരിക്കും അവർ താല്പര്യം. അങ്ങനെയുള്ളവരെ നമ്മൾ ബ്രാഹ്മണർ എന്ന് പറയാൻ പറ്റില്ല. അതിനെപ്പറ്റി പ്രഭവാദർജി ഇതിനകത്ത് പറയുന്നുണ്ട്. സ്വപിതാവിന്റെ വില കുറഞ്ഞ സന്തതികളാണ് അവരൊക്കെ. അങ്ങനെയുള്ള ഇങ്ങനെ ആ കുലത്തിന്റെ ശ്രേഷ്ഠത നഷ്ടപ്പെടാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ അനുവദിക്കുന്നില്ല അർജുനനെ പറ്റി. അർജുനൻ ശ്രേഷ്ഠനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കുലത്തിനെ പറ്റി കുലത്തിന് ദേഷ്യം വരുന്ന വിധത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൃഷ്ണൻ അർജുനനെ ഓർമ്മിപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഇത്രയുള്ള മാതാജി വിവരിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. പിന്നെ താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രണ്ടാം അധ്യായത്തിന്റെ മഹാത്മ്യം വേണമെങ്കിൽ പറയാം. കേൾക്കാൻ താല്പര്യമുണ്ട്. പറയണം പ്രഭു. എന്തോ പറയണം പ്രഭു, പറയണം. ശരി. പത്മപുരാണത്തിൽ പറയുന്നതാണിത്. അത് ആരോടെ പറയുന്നതെന്ന് വെച്ചാൽ മഹാദേവൻ പാർവതി ദേവിയോട് പറയുന്നതാണ്. ഈ ഇതിന്റെ രണ്ടാം അധ്യായത്തിന്റെ മഹാത്മ്യം. ഓരോ അധ്യായത്തിനും ഇതുമാതിരി മഹാത്മ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ദേവശ്യാമൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. സൗത്ത് ഇന്ത്യയിലായിരുന്നു. അദ്ദേഹം ശ്രീകൃഷ്ണനുമായി ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തിന് ബ്രാഹ്മണ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് സംതൃപ്തി ഒന്നുമില്ല. ശ്രീകൃഷ്ണനുമായിട്ട് ഡയറക്റ്റ് ബന്ധം ഉണ്ടാകണം, അല്ലെ ഭഗവാന്റെ കൂടെ എപ്പോഴും രമിക്കണം, കഴിയണം, ഭഗവാന്റെ സേവനത്തിന് ഒഴിയണം എന്നുള്ള ഒരു വിചാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പല ബ്രാഹ്മണന്മാരെയും യോഗികളെയും ഒക്കെ കണ്ടു, സന്യാസിമാരെയും മറ്റ് അങ്ങനെയുള്ള പലരെയും കണ്ടിങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഒരു അവസാനം സമാധിസ്ഥനായ ഒരു യോഗിയെ അദ്ദേഹം കണ്ടുമുട്ടുന്നു. അപ്പൊ ആ യോഗിയെ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹത്തിന് ശരണം പ്രാപിച്ചു ഈ ബ്രാഹ്മണൻ. അദ്ദേഹത്തിന് ഉപദേശം കിട്ടണം എന്ന് ആ ബ്രാഹ്മണനോ ആ യോഗിയോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ യോഗി പറയുന്നു, സോപ്പൂർ എന്ന ഒരു ഗ്രാമമുണ്ട് വടക്കേ ഇന്ത്യയില്. മിത്രവാൻ എന്ന ആട്ടിടയനെ കണ്ട് ഉപദേശം സ്വീകരിക്കാം.
അതായത് ഈ സോപ്പൂർ എന്ന ഗ്രാമത്തിൽ ചെന്നാൽ അവിടെ ഒരു ആട്ടിടയനായിട്ട് ഒരു മിത്രവാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ അദ്ദേഹത്തിനോട് ചെന്ന് ചോദിച്ചാൽ നിനക്ക് ഈ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാപിക്കുന്നതിനുള്ള മാർഗം അദ്ദേഹം പറഞ്ഞു തരും എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? കേൾക്കാവോ? കേൾക്കുന്നുണ്ട് പ്രഭു. ശരി ശരി. അപ്പൊ ഞാൻ തുടരാം. അദ്ദേഹം ആ ഉപദേശം സ്വീകരിച്ചു. ഉടനെ തന്നെ അദ്ദേഹം അവിടെ വന്നിട്ട് ദേവശ്യാമൻ ബ്രാഹ്മണൻ സോപ്പൂരിലേക്ക് പോകുന്നു. സോപ്പൂർ എന്ന് പറഞ്ഞാൽ അടുത്തങ്ങല്ലേ. ഇദ്ദേഹം ദക്ഷിണേന്ത്യക്കാരനാണ്. വടക്കേ ഇന്ത്യയിലാണ് സോപ്പൂർ എന്ന് പറയുന്ന രാജ്യം. അദ്ദേഹം അവിടത്തേക്ക് യാത്ര ചെയ്തിരിക്കുന്നു. കുറെ ദിവസത്തിന് ശേഷം അങ്ങ് സോപ്പൂരിൽ എത്തുന്നു. ഇതിപ്പോ നടന്ന കഥയൊന്നുമല്ല, കുറെ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ്. അപ്പൊ സോപ്പൂരിലെത്തി. ആ സോപ്പൂരില് നദീതീരത്തെ ഒരു പാറപ്പൊട്ടം ഉണ്ടായിരുന്നു. ആ പാറപ്പൊട്ടിൽ ഇരിക്കുകയായിരുന്നു ഈ മിത്രവാൻ എന്ന് പറഞ്ഞ ആട്ടിടയൻ. ആ മിത്രവാനെ കാണുന്നു. കണ്ടിട്ട് അദ്ദേഹം തൻ്റെ ആവശ്യങ്ങളൊക്കെ പറയുന്നു. ഇങ്ങനെ ഞാൻ ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ബന്ധപ്പെടാനുള്ള മാർഗം അന്വേഷിച്ചാണ് അങ്ങയുടെ അടുത്ത് എത്തിയത്. അപ്പം നമ്മളെ അവിടെ ഉണ്ടായിരുന്ന യോഗി പറഞ്ഞു, ഇങ്ങനെ താങ്കളെ കാണുകയാണെങ്കിൽ അദ്ദേഹം അതിനുള്ള മാർഗം ഉപദേശിച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ സ്ഥലത്തെ പറ്റിയിരിക്കുമ്പോൾ അതിന്റെ വടക്ക് ഭാഗത്തായിട്ട് ഒരു ഭയങ്കര വനം ഉണ്ടായിരുന്നു. പണ്ട് എല്ലായിടത്തും മിക്കവാറും വനം തന്നെയാണല്ലോ, ഇന്നത്തെ മാതിരി അല്ലല്ലോ. അത് കണ്ടപ്പോ അതിനെപ്പറ്റി അവിടെ ഈ ബ്രാഹ്മണൻ അത് വളരെ ശ്രദ്ധിച്ച സമയത്ത് അവിടെ ഒരു കാഴ്ച കണ്ടു. എന്താന്ന് വെച്ചാൽ അവിടെ അനേകം വന്യമൃഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ആ വന്യമൃഗങ്ങളുടെ കൂട്ടത്തില് ഈ ആട്ടിടയന്റെ ആടുകൾ സ്വൈര്യമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു പ്രശ്നമില്ലാതെ ഒന്നും അതിനെ ഉപദ്രവിക്കുന്നില്ല. ഒരു മൃഗവും ഈ സാധുവായ ആടിനെ ഒന്നും ആരും ഉപദ്രവിക്കുന്നില്ല. അന്നേരം ദേവവിശ്യാമൻ, അതായത് ഈ ബ്രാഹ്മണൻ മിത്രവാനോട് അന്വേഷിക്കുന്നു. മിത്രവാൻ എന്ന് പറഞ്ഞാൽ ആ പാറപ്പുറത്തിരുന്ന ആള് ആരെ കാണാനെന്ന് പോയ ആ ആളിനെ കണ്ടു. ദേവശ്യാമൻ അദ്ദേഹത്തോട് തിരക്കാണ്, എന്താ ഇപ്പൊ കാണുന്ന കാഴ്ച, എങ്ങനെയാണ് എങ്ങനെയാണ് ഈ കാഴ്ച കണ്ട് വളരെ അത്ഭുതപ്പെട്ടിട്ട് അന്നേരം പിന്നെ അദ്ദേഹം പറയാൻ തുടങ്ങി, കൃഷ്ണപ്രാപ്തി എങ്ങനെ നേടാം, വനത്തിൽ വെച്ച് എന്ന് ചോദിച്ചു. അപ്പൊ അതിനുള്ള ഉത്തരവായിട്ട് അദ്ദേഹം പറയുന്നു, മിത്രവാൻ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ഇയാളോട്, ഈ ദേവശ്യാമനോട് പറഞ്ഞു മനസ്സിലാക്കുന്നു, ഇങ്ങനെ ഈ ആടിനെയൊക്കെ ഇങ്ങനെ ആടും മൃഗങ്ങളെല്ലാം ഒന്നിച്ച് നടക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഇതൊക്കെ എന്താണെന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുന്നു. അതുപോലെ കൃഷ്ണപ്രാപ്തി എങ്ങനെ നേടുന്ന കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, വനത്തിൽ വെച്ച് ഈ മിത്രവാൻ പറയാണ്, വനത്തിൽ വെച്ച് എൻ്റെ ആടിനെ തിന്നാൻ ഒരു കടുവ പിടിക്കുന്നു. ഇപ്പൊ നടന്ന കാര്യമല്ല, പണ്ട് നടന്ന ഒരു കാര്യം പറയാം. അന്ന് ഈ മിത്രവാനെ അവിടെ ചെന്ന് ആടിനെയും കൊണ്ട് എഴുതുന്ന സമയത്തുണ്ടായ ഒരു കാര്യം പറയാണ്. ആടിനെ ഇങ്ങനെ വിട്ടിട്ട് അദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു കടുവ ഓടി വന്നിട്ട് ഇവരെടുത്ത് ഓടി വന്നു. അപ്പൊ ഈ എല്ലാവരും ദൂരെ ഓടിപ്പോയി ആ കടുവ ഒരു ആടിനെ കൊല്ലാനായിട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആ കടുവയ്ക്ക് സ്വഭാവ മാറ്റം ഉണ്ടാകുന്നു. എന്തോ ആ കടുവയ്ക്ക് ഒരു മാറ്റം വന്ന് പെട്ടെന്ന് തന്നെ ആടിനെ വിടുന്നു. ആടിനെ വിട്ടപ്പോൾ ആട് ചോദിക്കുന്നുണ്ട്, എന്താ എന്നെ വിടുന്നത്, എന്നെ നിങ്ങൾ കൊല്ലുന്നില്ലയോ, തിന്നുന്നില്ലയോ? അപ്പൊ പറയാം, എനിക്കിപ്പോ സംതൃപ്തിയായി, എനിക്കിവിടെ ഇപ്പൊ വിശപ്പില്ല, ദാഹമില്ല, ക്ഷീണമില്ല, എനിക്ക് യാതൊന്നും വേണ്ട, നിന്നെ ഞാൻ വിട്ടിരിക്കുന്നു പറഞ്ഞിട്ട് പിന്നെ അവരെല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടായിട്ട് ഇങ്ങനെ നടക്കുക. അങ്ങനെ സൗമ്യമായിട്ട് എല്ലാവരും നടക്കാൻ തുടങ്ങി. എന്താണെന്ന് തിരക്കാണ്. എന്തുകൊണ്ട് ഇങ്ങനെ കടുവ ആടിനെ കൊല്ലാതെ വിട്ടു? അതിന്റെ കാര്യം പറയുന്നത്, എൻ്റെ മനസ്സ് മാറി, എനിക്ക് ശാന്തമായി, ഞാൻ ഇപ്പം എനിക്ക് വിശപ്പും ദാഹവും ഒന്നുമില്ല,
അതുകൊണ്ട് കാരണം അയാൾക്ക് ഈ കടുവയ്ക്കും അറിയുന്നില്ല എന്താ കാരണം ഇങ്ങനെ സംഭവിച്ചതിന്റെ കാരണം. ആ ആടിനെ പിടിച്ച സ്ഥലത്ത് വെച്ച് ഇങ്ങനെ സംഭവിക്കാനുണ്ടായ കാര്യം എന്താണെന്ന് ആ കടുവയ്ക്കും അറിയുന്നില്ല. നമ്മളെ ഈ മഹാഭാരതത്തില് ഉള്ള മാതിരി ഈ കഥകളൊക്കെ നടക്കുന്ന സമയത്ത് മൃഗങ്ങളും സംസാരിക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് കടുവയും ആടുമൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ കടുവ പറയുന്നു, എനിക്കിതിനെപ്പറ്റി യാതൊരു വിവരവുമില്ല. ഞാൻ നിന്നെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിന് മാറ്റം ഉണ്ടായത്. എനിക്കത് ഉടനെ തന്നെ മനസ്സിന് ഉണ്ടായ മാറ്റം കൊണ്ട് ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നു. അത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇതാണ്ട് അവിടെ മരത്തിന്റെ പണ്ടൊക്കെ ഒരു കുരങ്ങിരിപ്പുണ്ട്. ആ കുരങ്ങിനെ വിളിച്ച് നമുക്ക് ചോദിക്കാം എന്താണ് സംഭവം എന്നുള്ളത്. കുരങ്ങ് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു ജീവിയാണ് കുരങ്ങ്. അപ്പൊ കടുവ ആടും കൂടെ ചേർന്നിട്ട് കുരങ്ങിനെ വിളിക്കുന്നു. കുരങ്ങിനോട് ചോദിക്കുന്നു എന്താ സംഭവം, ഇങ്ങനെ എനിക്ക് ഈ മാറ്റം ഉണ്ടാകാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ ആ കുരങ്ങ് കഥ പറയാൻ തുടങ്ങുന്നു. അവിടെ ഉണ്ടായ കഥ, അതായത് നമ്മൾ കണ്ട വനത്തിൽ, അതായത് മിത്രവാൻ പാറപ്പുറത്ത് ഇരുന്നപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന ദേവശ്യാമൻ കണ്ട വനം ഭയങ്കര വനമാണല്ലോ. ആ വനത്തിൽ നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് ഈ കുരങ്ങ് പറയാൻ തുടങ്ങുന്നത്. അവിടെ ബ്രഹ്മാവ് സ്ഥാപിച്ച ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ ശിവലിംഗമാണ് പ്രതിഷ്ഠ. ശിവനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ബ്രഹ്മാവോട് തപസ് ചെയ്തിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പണ്ട് സമയത്ത്. പിന്നീട് ഒരു സാധു അവിടെ എത്തി. ആ സാധുവായിരുന്നു പിന്നെ ആ അമ്പലം നോക്കിക്കൊണ്ടിരുന്നത്. അമ്പലത്തിൽ ദിവസവും അദ്ദേഹം പൂജയും ഒക്കെ നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സുകർമ്മൻ എന്നായിരുന്നു ആ പൂജാരിയുടെ പേര്. അദ്ദേഹം അവിടെ വേണ്ട വിധത്തിൽ വളരെ കാലം ഇങ്ങനെ അവിടെ പൂജകളൊക്കെ നടത്തുന്നു. പൂജാരി പഴങ്ങളും ഒക്കെ ആരെന്ന് നിവേദിച്ചുകൊണ്ടിരുന്നത്. പഴങ്ങളും ശുദ്ധജലം, അവിടെ നദി ഉണ്ടല്ലോ അടുത്ത് തന്നെ. അപ്പൊ ആ നദിയിലെ ജലവും കാട്ടുപഴങ്ങളും ഒക്കെ സ്വീകരിച്ചാണ് അദ്ദേഹം ഈ അമ്പലത്തിലെ പ്രതിഷ്ഠയ്ക്ക് ഭഗവാന് നിവേദ്യം നടത്തിക്കൊണ്ടിരുന്നത്. ആയതിനാൽ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ വേറൊരു സാധു എത്തുന്നു ഈ അമ്പലത്തില്. ആ അമ്പലത്തിലെത്തുന്ന സമയത്ത് ആ സാധുവിനെ ഈ സുകർമ്മൻ, അതായത് മുൻപുണ്ടായിരുന്ന ആ ബ്രാഹ്മണൻ അല്ലെ ആ പൂജാരി, ആ സാധു ഈ വന്ന സാധുവിനെ വേണ്ട വിധത്തിൽ സൽക്കരിച്ചു. അതായത് അവിടെ ഉള്ളത് പാലും ജലവും പഴങ്ങളും മാത്രമാണ് ഉള്ളത്. അത്ര ഉള്ള ആ സമയത്ത് കഥയുള്ളായിരുന്നു. ആ സുധർമ്മന് വന്ന വ്യക്തി കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ അവിടെ ഒരു ശിലാഫലകം ഉണ്ടായിരുന്നു. ആ ശിലാഫലകത്തില് ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം അവിടെ എഴുതി. ആ വന്ന യോഗി, അതായത് അതേ സാധു, അവിടെ രണ്ടാമത് വന്ന സാധു. ആദ്യം ഉണ്ടായിരുന്ന സുകർമ്മൻ നിത്യം പൂജ മറ്റൊന്നും ചെയ്തുകൊണ്ടിരുന്ന ആള് അടുത്ത് വേറൊരു സാധു അവിടെ എത്തി. ആ സാധു ഇങ്ങനെ കൃഷ്ണനെ കാണുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറയാൻ ഇങ്ങനെ ഭഗവത്ഗീത ദിവസവും പാരായണം ചെയ്യണം. അപ്പൊ ഭഗവത്ഗീത അവിടെ ഇല്ലല്ലോ. അപ്പൊ അദ്ദേഹം കുറെ ദിവസം തനിയെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഭഗവത്ഗീതയെ പറ്റി. അതുപോലെ അവിടെ ഒരു ശിലാഫലകം ഉണ്ടായിരുന്നു. ആ ശിലാഫലകത്തില് ഈ 2-ാം അധ്യായം എല്ലാം അതിൽ എഴുതി വെച്ചു. ദിവസം പാരായണം ചെയ്യൂ, പാരായണം ചെയ്താൽ നിങ്ങൾക്ക് കൃഷ്ണനുമായിട്ടുള്ള ബന്ധം സുദൃഢമാകും. അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വേദശ്യാമൻ എന്ന് പറയുന്ന ആ ബ്രാഹ്മണൻ, അതായത് തെക്കേ ഇന്ത്യയിൽ നിന്ന് അവിടെ എത്തിയ ബ്രാഹ്മണനും. അപ്പൊ അവിടുന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഇങ്ങനെ ഈ 2-ാം അധ്യായം എഴുതി വെച്ചിരിക്കുന്നത് പഠിക്കാൻ തുടങ്ങി. അദ്ദേഹവും കുറെ കാലം അവിടെ ഇരുന്ന് പഠിച്ചു.
നല്ല വൃത്തിയായിട്ട് അതെല്ലാം മനസ്സിലാക്കി. അതിനുശേഷം കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടാനുള്ള സംഭവം ഇതാണെന്ന് മനസ്സിലായ കാരണത്താൽ അദ്ദേഹം വീട്ടിലെത്തിയിട്ട് ഈ 2-ാം അധ്യായം ദിവസവും അവിടെ വീട്ടിൽ വെച്ച് അയാൾ ചൊല്ലാൻ തുടങ്ങി. അത് നിരന്തരം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പഠിച്ചത് കൂടാതെ അത് കേട്ടിട്ട് വളരെയേറെ ആൾക്കാർ അവിടെ കൂടി അവർ ഈ 2-ാം അധ്യായം പഠിക്കാൻ തുടങ്ങി. ആ പഠിക്കാൻ തുടങ്ങിയവർക്കൊക്കെ തന്നെ കൃഷ്ണനുമായിട്ടുള്ള ബന്ധമുണ്ടായി. അവരെല്ലാം തന്നെ താമസിയാതെ എന്ന് പറഞ്ഞാൽ കുറെ കാലം അങ്ങനെ പഠിച്ചു. ഏകദേശം 1-2 വർഷം അങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവര് നേരെ ഗോലോകത്തേക്ക് പോവുകയും ചെയ്തു എന്നാണ് കഥ. ഇത് ചുരുക്കി പറഞ്ഞാൽ കുറേയേറെ പറയാനുണ്ടായിരുന്നു. എന്നാലും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ചുരുക്കം പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. ഭഗവത്ഗീത പഠിച്ചാൽ നമുക്ക് ഗോലോകത്തിലെത്താൻ കഴിയും, അല്ലെങ്കിൽ കൃഷ്ണന്റെ പരിചാരകരായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അങ്ങനെ അത്രയ്ക്ക് മേന്മയുള്ളതാണ് നമ്മുടെ ഭഗവത്ഗീത. ആ ഭഗവത്ഗീത കൃഷ്ണൻ തന്നെ ഉപദേശിച്ചാണ്. അതുകൊണ്ട് ആ കൃഷ്ണനെ കാണുന്നതും ഭഗവത്ഗീത പഠിക്കുന്നതും എല്ലാം ഒരുപോലെ തന്നെയാണ്. അതിന്റെ ഫലവും അത് തന്നെയാണ്. നമുക്ക് നമ്മുടെ കണ്ണിന്റെ പവർ കുറവുണ്ട്. അതായത് നമുക്ക് താൽക്കാലിക നമ്മുടെ കണ്ണിന് അത്ര ശക്തിയില്ലാത്തതുകൊണ്ട് അത് അതീന്ദ്രിയമായിട്ടുള്ള കണ്ണുകൾ നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് നേരെ ഭഗവാനെ കാണാൻ പറ്റൂ. ഈ ഈ ഈ അപൂർവമായിട്ട് ശക്തിയുള്ള ഈ കണ്ണുകൾ കൊണ്ട്, നഗ്ന നേത്രങ്ങൾ കൊണ്ട്, അല്ല ഇന്നത്തെ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ദ്രിയമായ നേത്രങ്ങൾ കൊണ്ട് നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കില്ല. അതീന്ദ്രിയമായ നേത്രങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കൃഷ്ണനെ എപ്പോഴും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ഇടവേതടവില്ലാതെ നമ്മൾ ജപിച്ചുകൊണ്ടേയിരിക്കണം. ഉറങ്ങുമ്പോഴും ഉറക്കത്തിലും ഊണിലും ഏത് സമയത്തും കുളിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിൽ കൃഷ്ണനെ കൊണ്ട് നടക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് കൃഷ്ണനെ കാണാൻ പറ്റും. ഇന്ന് നമ്മൾ കൃഷ്ണനെ കാണുന്നുണ്ട് ചില അവസരങ്ങളിലൊക്കെ, അല്ലെങ്കിൽ കൃഷ്ണന്റെ സഹായം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നുമില്ല. പല പല സന്ദർഭങ്ങളിൽ നമുക്ക് കൃഷ്ണൻ നമ്മളെ സഹായിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് പല പ്രാവശ്യം. അത് നമ്മൾ ഒരു ചെറിയ ഭക്തനായാലും ശരി, ഉയർന്ന ഭക്തനായാലും ശരി, ആ കൃഷ്ണന്റെ സാമീപ്യം എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. അതേ സമയത്ത് നമ്മൾ സാധാരണ ഭക്തി, അതുപോലെ തന്നെ പരമഭക്തിയിലെത്തുന്ന വിധത്തിലുള്ള നിഷ്ഠകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃഷ്ണനുമായിട്ട് സഹകരിക്കാൻ പറ്റും. ഈ കഥയിലും അത് തന്നെയാണ് പറയുന്നത്. അവർ ആ വനത്തിൽ ചെന്നിട്ട് കൃഷ്ണന്റെ, അതായത് ഭഗവത്ഗീത പഠിച്ചിട്ട് ഒരു വ്യക്തിയായിരുന്നു അവിടെ ചെന്നത്. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പഴയ ബ്രഹ്മചാരിക്ക് ഇതൊക്കെ ഉപദേശിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ അവിടെ എഴുതി കാണിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ എഴുതി കണ്ടതും ചൊല്ലിക്കൊടുത്തതൊക്കെ പഠിച്ച കാരണം കൊണ്ട് ആ ദേവശ്യാമൻ എന്ന് പറയുന്ന ബ്രാഹ്മണനും ഇതിനെപ്പറ്റി മനസ്സിലായി. അദ്ദേഹം വീട്ടിൽ വന്നു. അത് തന്നെ തുടർന്നു നാട്ടുകാർക്കും അതുകൊണ്ട് പ്രയോജനം ഉണ്ടായി. അങ്ങനെ നാട്ടുകാർക്കും വീട്ടുകാർക്കും സ്വന്തവും പ്രയോജനം ഉണ്ടാകണമെങ്കിൽ ഏത് സമയവും നമ്മുടെ ഭഗവത്ഗീത, ഭാഗവതം മുതലായ ഗ്രന്ഥങ്ങൾ പഠിക്കുക. തുടർന്ന് ഇടതടവില്ലാതെ കൃഷ്ണനെ മനസ്സിൽ വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്കെല്ലാം തന്നെ ഈ ഗോലോക വൃന്ദാവനത്തിലെ അനുഭൂതി ഇവിടെയും ഉണ്ടാകും. ഹരേ കൃഷ്ണ. ഇത്രയൊക്കെയുള്ള ഇന്നത്തെ പ്രഭാഷണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ആരും ഒന്നും പറയത്തില്ലല്ലോ. ഒന്നീ തെറ്റിപ്പോയെന്ന് പറയണം, അല്ലെങ്കിൽ കൊള്ളാറുണ്ട്. കൃഷ്ണ. ഹരേ കൃഷ്ണ. അല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ പറഞ്ഞവരൊക്കെ ഞാനൊന്നും വലിയ പ്രഭാഷകനൊന്നും അല്ലല്ലോ. അപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് അതിനെ തിരുത്തിയെടുക്കാം ഇനിയും പറ്റുന്നെങ്കിൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നിർത്താം. ഓക്കെ. ഹരേ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യോ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം 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 ഹരേ ഹരേ. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ.